കേരളത്തിലെ കോൺഗ്രസിൽ അഴിച്ചുപണിക്കൊരുങ്ങി ദേശീയ നേതൃത്വം. കെ സുധാകരന് ശേഷം ആര് പ്രസിഡന്റ് ആകുമെന്ന ചർച്ചകൾ സജീവം. ഗ്രൂപ്പ് രാഷ്ട്രീയമല്ല, സാമുദായിക പരിഗണനകൾ അനിവാര്യമെന്ന് വിലയിരുത്തൽ. അടൂർ പ്രകാശും ബെന്നി ബെഹനാനും അന്തിമ റൗണ്ടിൽ. കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന ഉടൻ നടക്കുമെന്ന് ഉറപ്പായതോടെ അടുത്ത KPCC പ്രസിഡന്റ് ആരാകണമെന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ മുറുകുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സംഘടനയെ അടിമുടി പുതുക്കി പണിയണമെന്നും അതിനായി നേതൃസ്ഥാനങ്ങളിൽ പുതിയ ഭാരവാഹികളെ പെട്ടെന്ന് തന്നെ നിയോഗിക്കണമെന്നുമാണ് ഇലക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ നിർദ്ദേശം. ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുന്ന സുനിൽ കനഗോലു ഇത് സംബന്ധിച്ച രൂപരേഖ പാർട്ടി നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുമുണ്ട്. കെ സുധാകരനെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി പ്രകോപനങ്ങളൊന്നുമില്ലാതെ എങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. പ്രതിപക്ഷ നേതാവ് VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പലതവണ പുറത്തു വന്നതുമാണ്. ഈ ഐക്യമില്ലായ്മ തന്നെയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ സാധ്യതയ്ക്കൊത്ത് ഉയരാത്തതിന്റെ പ്രധാന കാരണവും. തന്നെ അപമാനിച്ച് ഇറക്കിവിടാൻ സതീശൻ ശ്രമിക്കുന്നുവെന്നും അങ്ങനെ വന്നാൽ പലതും തനിക്ക് വിളിച്ചു പറയേണ്ടി വരുമെന്നും ഇതിനു മുൻപ് സുധാകരൻ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. KPCC നേതൃത്വത്തിൽ സമൂല അഴിച്ചുപണി വേണമെന്ന് കനഗോലു റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ സുധാകരനെ വസ്തുതകൾ ബോധ്യപ്പെടുത്താനുള്ള നീക്കമാണ് ദേശീയ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ മാന്യമായ സ്ഥാനം നൽകി സുധാകരനെ സമാശ്വസിപ്പിക്കാനുള്ള നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സുധാകരന്റെ പിൻഗാമി ആരാകണം എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാമുദായിക പ്രാതിനിധ്യം കണക്കിലെടുത്ത് വേണം പുതിയ പ്രസിഡന്റിനെ നിയോഗിക്കേണ്ടതെന്നാണ് ടാസ്ക് ഫോഴ്സും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകളാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ പരിഗണനയിൽ ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിന്റെ ഉന്നത തലങ്ങളിൽ ഈഴവ വിഭാഗങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന ആരോപണം വളരെ ശക്തമാണ്. അങ്ങനെ വന്നാൽ അത് അടൂർ പ്രകാശിന് സഹായകമായി മാറും. അതേസമയം ഉമ്മൻചാണ്ടിക്ക് ശേഷം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി ക്രൈസ്തവ നേതൃത്വത്തിനുമുണ്ട്. ഹൈക്കമാൻഡ് അത് മുഖവിലക്കെടുത്താൽ അത് ബെന്നി ബെഹനാന് തുണയായി മാറും. കേരളത്തിൽ ഈഴവ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണയിൽ വലിയ തോതിൽ ഇടിച്ചിൽ സംഭവിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പരമ്പരാഗത ഈഴവ വോട്ട് ബാങ്കുകളിൽ BJP വലിയ കുതിച്ചുകയറ്റമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിൽ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ BJPക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നതും വളരെയധികം ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം വീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പാർട്ടി പുനഃസംഘടനയിൽ ഈഴവ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം നൽകാൻ ദേശീയ നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത്. റവന്യൂ, ആരോഗ്യം, ഭക്ഷ്യവിതരണം തുടങ്ങിയ വകുപ്പുകളിൽ സംസ്ഥാന മന്ത്രി എന്ന നിലയിലും മികച്ച ലോക്സഭാ അംഗമെന്ന നിലയിലും സംഘാടക പാടവം തെളിയിച്ചിട്ടുള്ള മുതിർന്ന നേതാവാണ് അടൂർ പ്രകാശ്. അദ്ദേഹത്തെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചാൽ ഈഴവ നേതൃത്വവുമായി മികച്ച ബന്ധങ്ങൾ വളർത്താനാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. നിലവിൽ ചാലക്കുടി പാർലമെന്റ് അംഗം കൂടിയായ ബെന്നി ബെഹനാൻ ആകട്ടെ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവുമാണ്. ബെന്നി ബെഹനാൻ നേതൃസ്ഥാനത്ത് വന്നാൽ ക്രൈസ്തവ നേതൃത്വങ്ങളുമായുള്ള കോൺഗ്രസിന്റെ ബന്ധം ശക്തമാകുമെന്ന കണക്കുകൂട്ടലും ദേശീയ നേതൃത്വത്തിനുണ്ട്. കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളുടെ പേരുകളും വിലയിരുത്തിയെങ്കിലും ഒടുവിൽ ഈ രണ്ട് പേരുകൾ അന്തിമ റൗണ്ടിൽ ഇടം പിടിക്കാൻ ഇതാണ് കാരണം. മുൻകാലങ്ങളിൽ അധികാര സമവാക്യങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് കോൺഗ്രസിൽ വലിയ പങ്ക് വഹിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിൽ ക്ഷയിച്ച മട്ടിലാണ്. ചില നേതാക്കളിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസിലെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ശക്തമായിരുന്ന I ഗ്രൂപ്പ് പൂർണ്ണമായും നാമാവശേഷമായ രീതിയിലാണ്. പഴയ പ്രതാപം അല്പമെങ്കിലും പ്രകടിപ്പിക്കുന്നത് A ഗ്രൂപ്പ് മാത്രമാണ്. ഷാഫി പറമ്പിൽ, രാഹുൽ മങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കൾ A ഗ്രൂപ്പിനൊപ്പമാണ്. ഇവരുടെ പിന്തുണ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഉണ്ടുതാനും. ഈ സമ്മർദ്ദ ശക്തികളുടെ തീരുമാനം KPCC പ്രസിഡന്റ് നിർണയത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും. മികച്ച സംഘാടകനാണ് കെ സുധാകരൻ എങ്കിലും നേതൃസ്ഥാനത്തിരുന്ന് കാര്യമായി ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. വേണ്ട സമയത്ത് യഥാവിധി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയാത്തതും സഹപ്രവർത്തകർക്കിടയിൽ ഐക്യമുറപ്പിക്കാൻ കഴിയാത്തതുമെല്ലാം സുധാകരന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. ശശി തരൂർ വിഷയം ഇത്രത്തോളം രൂക്ഷമാകാൻ കാരണവും KPCC നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ വിധത്തിലുള്ള ഒട്ടേറെ വിഷമതകൾ രമ്യമായി പരിഹരിക്കാനുള്ള നേതൃത്വ മികവാണ് പുതിയ പാർട്ടി പ്രസിഡന്റിൽ നിന്നും ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. പുതിയ നേതൃത്വത്തിന് അഭിമുഖീകരിക്കാനുള്ളത് ഒട്ടേറെ വെല്ലുവിളികളാണ്. അതായത് KPCC പ്രസിഡന്റിന്റെ കസേര അത്രയേറെ സുഖകരമായ ഇരിപ്പിടമൊന്നുമല്ലെന്ന് ചുരുക്കം.